കുത്തിയിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയായിരുന്നു. അവിടെ ചെറിയ സംഘർഷാവസ്ഥയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഷബീർ ഉമർ ചേരുന്നുണ്ട്. ഷബീർ, എന്താണ് നടക്കുന്നത്? ധന്യ, IG ഓഫീസിന് മുന്നിൽ നടക്കാവിൽ റോഡിൽ കുത്തിയിരുന്നാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ MK രാഘവൻ MP, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, ഒപ്പം തന്നെ P സിദ്ദീഖ് MLA അടക്കമുള്ള നേതാക്കൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രസംഗങ്ങൾ നേതാക്കൾ തുടങ്ങുന്ന ഘട്ടത്തിലാണ് ഈ ഭാഗത്ത്, അതായത് ഈ IG ഓഫീസിന് മുന്നിലെ റോഡ് ഉപരോധിക്കുന്നു. ആ സമയത്ത് മറ്റൊരു ഭാഗത്തൂടെ റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നു. എന്നാൽ അതിലൂടെ വാഹനങ്ങൾ കടത്തിവിടാൻ കഴിയില്ല എന്നാണ് ചില കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്. അങ്ങനെ ചില കോൺഗ്രസ് പ്രവർത്തകർ ഈ വഴിയിൽ റോഡിൽ കുത്തിയിരുന്ന് വാഹനങ്ങൾ തടയുന്ന നിലയിലേക്ക് എത്തി. എന്നാൽ കോൺഗ്രസ് നേതാക്കൾ തന്നെ, DCC പ്രസിഡന്റ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ തന്നെ അവരോട് അവിടെ നിന്ന് മാറണം, വാഹനങ്ങൾ കടത്തിവിടണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു തർക്കം അവർക്കിടയിൽ നടക്കുന്നുണ്ട്. എന്തായാലും ഒരു വൈകാരികമായ പ്രതിഷേധമാണ് ചില കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പേരാമ്പ്രയിലെ ഷാഫി അടക്കമുള്ളവർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ ഉയർത്തുന്നത്. ആ നിലയ്ക്കുള്ള പ്രതികരണമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന്. അതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് ഇപ്പോൾ കാണുന്നത്. അതായത് ഒരു ഭാഗത്തൂടെ വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നു, റോഡ് ഉപരോധിക്കുന്നുണ്ടെങ്കിലും വാഹനങ്ങൾ കടന്നു പോകാൻ മറ്റൊരു ഭാഗം ഒഴിവാക്കിയിരുന്നാൽ ആ ഭാഗത്ത് കൂടി വാഹനങ്ങൾ കടത്തിവിടില്ല എന്ന നിലപാട് ചില കോൺഗ്രസ് പ്രവർത്തകർ എടുത്തു. അങ്ങനെ അവർ ഇവിടെ കുത്തിയിരുന്നപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇടപെട്ട് ഇവിടെ നിന്ന് മാറ്റി, ഒപ്പം തന്നെ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. ആ നിലയ്ക്കൊരു അതിക്രമങ്ങളിലേക്ക് അല്ലെങ്കിൽ അക്രമ സ്വഭാവത്തിലേക്ക് പോകേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ ചില കോൺഗ്രസ് പ്രവർത്തകർ എപ്പോഴും ഈ നേതാക്കളുടെ അന്വേഷണത്തോട് അടുക്കുന്നില്ല. അവർ ഈ റോഡ് ഉപരോധിക്കുമെന്ന നിലപാടിൽ തന്നെ തുടരുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ നിലയ്ക്ക് വൈകാരികമായ ചില പ്രതികരണങ്ങൾ കൂടി കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവർ അന്വയിപ്പിക്കാൻ, പറഞ്ഞു മനസ്സിലാക്കാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നത് കൂടി നമുക്കിപ്പോൾ കാണാം. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഉയർത്തുന്നു. പ്രത്യേകിച്ച് ഷാഫി പറമ്പിലിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം ശക്തമാക്കുന്നത്. ഇന്നലെ തന്നെ രാത്രി വൈകിയും പലയിടങ്ങളിൽ, കോഴിക്കോട് ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നും പ്രതിഷേധങ്ങൾ സംഘടിക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. അതുമായി ബന്ധപ്പെട്ടാണ് IG ഓഫീസ് മുന്നിൽ IG ഓഫീസ് ഉപരോധം കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. ആ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഈ റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ ഇപ്പോൾ നേതാക്കൾ ഇടപെട്ട് അനുനയിപ്പിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തുകൂടി ഒരു ഭാഗത്തുകൂടി വാഹനങ്ങൾ കടത്തിവിടുന്നുമുണ്ട്. അതേസമയം IG ഓഫീസിന് തൊട്ട് മുന്നിൽ കോൺഗ്രസിന്റെ റോഡിൽ തന്നെ കോൺഗ്രസിന്റെ ഉപരോധം തുടരുകയാണ്. എന്തായാലും വാഹനങ്ങൾ ഇപ്പോൾ ഒരു ഭാഗത്തുകൂടി കടത്തിവിടുന്നതാണ് നമുക്കിപ്പോൾ കാണുന്നത്. ധന്യ.